Hi, good afternoon, everybody. How are you all? It's me, ഷിനു ഷേഖ് അബ്ദുൽ ഖാദർ. ഏറ്റവും വലിയൊരു സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയിലേക്ക് വന്നത്. വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാം. ആ പറയുന്ന കാര്യം എല്ലാവരോടും ഷെയർ ചെയ്യാനാണ് വന്നത്. ആദ്യത്തെ കാര്യം, ബോച്ചയ്ക്ക് ജാമ്യം കിട്ടി. വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. അത് ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു, നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ദൈവം ഇനി തുടർന്നുള്ള ജീവിതകാലത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് നന്മകളും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമാൻ രാഹുൽ ഈശ്വർ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുപാട് സംസാരിച്ചു. അദ്ദേഹം സമൂഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടിയും കൃത്യമായിട്ടും സ്പഷ്ടതയോടുകൂടിയും അതിൻ്റെ കാര്യഗൗരവങ്ങൾ സഹിതം സമൂഹത്തിൻ്റെ മുമ്പിൽ രേഖപ്പെടുത്തി. അദ്ദേഹത്തിനും ഞാൻ എല്ലാ വീഡിയോയിലും നന്ദി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനിയും അദ്ദേഹം ഒരുപാട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെയ്യട്ടെ. അതിനുള്ള എല്ലാ ഭാഗ്യവും ദൈവം കൊടുക്കട്ടെ. വളരെ കാര്യങ്ങൾ വളരെ വ്യക്തമായും സ്പഷ്ടമായും പറയാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കുന്നു. ശ്രീമാൻ രാഹുൽ ഈശ്വരൻ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ബോച്ച ഇന്നാണ് പുറത്തേക്ക് ഇറങ്ങിയത്. രണ്ട് മൂന്ന് കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനുള്ളത്. ബോച്ചയ്ക്ക് ഞാൻ ഈ മൂമെൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഒരു നടിയുമായി സാദൃശ്യം തോന്നി ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്യുന്ന ഒരു നടിയുമായി സി ചാനലിലോ ഏതോ ഒരു മഹാഭാരതം സീരിയലിലുള്ള ഒരു നടി കുന്തി ദേവിയായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു നടിയുമായിട്ട് സാദൃശ്യം തോന്നി എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയതിൻ്റെ പേരിലാണ് ബോച്ച ജയിലിൽ പോയത്. ആ ഒരു വാക്കാണ് ബോച്ചയെ കുടുക്കിയത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അങ്ങനെയല്ല, അതൊരു റീസൺ മാത്രമാണ്. ബട്ട് അദ്ദേഹത്തിൻ്റെ കണക്ട് ചെയ്യിപ്പിക്കാൻ ഈ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യം, അദ്ദേഹം ആ നടിയെ 3 പ്രാവശ്യമോ 2 പ്രാവശ്യമായിട്ട് കയ്യിൽ ടച്ച് ചെയ്തിട്ട് ഒന്ന് ടേൺ ചെയ്തതല്ല കേസ്, കയ്യിൽ സ്പർശിച്ചു എന്നുള്ളതാണ് കേസ്. അപ്പോൾ അത് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആരെങ്കിലും കൈ കൊടുക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടോ ഒരു 6 വർഷം കഴിഞ്ഞിട്ടോ കേസ് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനൊരു ജോക്കായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ജോക്കാണെങ്കിൽ കൂടിയും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു കാര്യം കൂടി ശ്രദ്ധപ്പെടുത്താനുള്ളത്, ബോച്ചെ ജാമ്യം കിട്ടിയിട്ട് നിഷേധിച്ചു. അതിന് തയ്യാറായില്ല. അവിടെ തന്നെ ജയിലിൽ തന്നെ തുടർന്നു. ജാമ്യം കിട്ടിയിട്ട് ആ പേപ്പർ ഒപ്പിട്ട് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ സ്വയമേ റിലീസായി പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറായില്ല എന്നുള്ള ഫേക്ക് ന്യൂസുകളൊക്കെ ഒരുപാട് കണ്ടു. ആ ന്യൂസ് കൊടുത്തതും ആ ന്യൂസ് വന്നതിനൊന്നും ആർക്കും കേസോ മറ്റു പരിപാടികളോ ഒന്നും നമുക്ക് പറയാനില്ല, ആർക്കുമില്ല, ആരോടുമില്ല. അത് ഇത്തരത്തിലുള്ള ഫേക്കുകൾ ന്യൂസുകൾ കൊടുത്താലും ജനങ്ങളെ കബളിപ്പിക്കപ്പെട്ടാലും ഒരു കേസും ഇല്ലയെന്നർത്ഥം. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. പിന്നെ വാർത്താ ചാനലിൽ ഒരുപാട് കാണുകയുണ്ടായി, ബോച്ചയെ പോലുള്ള ഒരുപാട് നല്ല മനുഷ്യർ ബോച്ചയെ അനാവശ്യമായിട്ട് ഹറാഷ് ചെയ്യുക. അത് തെറ്റാണോ, അത് നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള ഒരുപാട് ഹറാഷ്മെൻറ്റ് അമിതമായിട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ അതെൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ആ ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങളുമായി ഷെയർ ചെയ്തതാണ്. അത് വളരെ തെറ്റായിട്ട് എനിക്ക് തോന്നി. കാരണം കോടതിയുടെ ഒരു ഡ്യൂട്ടിയുണ്ട്, കോടതിയുടെ ഒരു കർത്തവ്യമുണ്ട്. കോടതി അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. നമ്മൾ കോടതിനെ ഒന്നും വിമർശിച്ചിട്ടില്ല. ഒരിക്കലും നമ്മൾ പറയില്ല. നമ്മൾ ഇന്ത്യ മഹാരാജ്യം ജീവിക്കുന്ന, ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്ന, ഇന്ത്യ രാജ്യത്തെ അമിതമായി സ്നേഹിക്കുന്ന, ഗവൺമെൻറ്റിനെയും കോടതിയെയൊക്കെ വില കൽപ്പിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരാണ് നമ്മളെല്ലാവരും. കോടതിയുടെ ഡ്യൂട്ടി ഉണ്ട്. കോടതി ഒരു കേസിൽ പെടുന്ന ആളെ ഇനി മേലിൽ നിങ്ങളത് ആവർത്തിക്കരുത്, ഇനി നിങ്ങൾ ആ തെറ്റ് ചെയ്യരുത് എന്നുള്ളത് സ്നേഹത്തോടു കൂടി ഒരു താക്കീതായിട്ടും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സജഷനായിട്ടൊക്കെ കോടതി കൊടുക്കാറുണ്ട്. അത് കോടതിയുടെ കർത്തവ്യമാണ്. കോടതി അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാൻ കാരണം, വാർത്താ ചാനൽ അനാവശ്യമായിട്ട് ബോച്ചയുടെ അടുത്ത് പോയിട്ട്, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ബോച്ച പുറത്തേക്ക് ഇറങ്ങിയ ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻ്റർവ്യൂ ചെയ്തിരുന്നത് ഒരു ലേഡിയാണ്. അതാരാണെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. ആ ലേഡിനെ മാത്രമല്ല, ഒരുപാട് പേര് ബോച്ചയ്ക്ക് സപ്പോർട്ടായിട്ടും വിമർശനങ്ങളായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ചില ആളുകൾ അമിതമായിട്ട് ബോച്ചയെ വിമർശിക്കുന്നത് കാണാം. ബോച്ചയ്ക്കെതിരെ തട്ടിക്കയറാൻ കിട്ടിയ ഒരു അവസരമായിട്ട് കാണാം. അങ്ങനെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആരുടെയും പുറത്ത് മെക്കിട്ട് കയറാനുള്ള ചാൻസ് ഒന്നും ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല. ഇന്ത്യ ഭരണഘടന സംഭവിക്കുന്നത് എല്ലാവർക്കും മിതമായി നമ്മളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ നല്ല ഭാഷയിൽ, പരിശുദ്ധമായ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിമർശിക്കാം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. അതിനപ്പുറം ഒരാളുടെയും പുറത്ത് ധിക്കാരം ധാർഷ്ട്യപൂർവ്വം കാണിക്കാനോ ഒന്നുള്ള സ്വാതന്ത്ര്യം ആർക്കും കൊടുത്തിട്ടില്ല. മാധ്യമപ്രവർത്തകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം അതൊരു ചെറിയൊരു
വെറുപ്പോടുകൂടി ഒരു വിയോജിപ്പായിട്ട് തന്നെ പ്രഖ്യാപിക്കുന്നു. കാരണം മാധ്യമപ്രവർത്തനത്തിലുള്ള ചില സുഹൃത്തുക്കൾ അവർ ബോച്ചയ്ക്കെതിരെ അനാവശ്യമായിട്ട് നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് ഇപ്പോൾ നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമിതമായിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്യുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും കാണുന്ന പോലെ സ്കൂൾ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് തമ്മിലൊരു ബന്ധം പോലെ എന്തെങ്കിലും ചെറിയ കുട്ടികളോട് പെരുമാറുന്ന പോലെ അത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ, അത് തിരുത്താൻ റെഡിയാകുമോ, അങ്ങനെയുള്ള അമിതമായ ക്വസ്റ്റ്യൻസ് സംഭവങ്ങളെല്ലാം വാർത്തകൾ വായിക്കുമ്പോൾ പുറമേയുള്ള ആളുകളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് തോന്നി. അത് വളരെ തെറ്റായ രീതിയാണ്. എന്താണ് മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ആയിട്ട് എന്താണോ ഫാക്റ്റ്, എന്താണോ റിയാലിറ്റി, അത് വ്യക്തമായും സ്പഷ്ടമായിട്ടും വളരെ ക്ലാരിറ്റിയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക, സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനം. അതാണ് മാധ്യമ ധർമ്മം, അതാണ് പത്രധർമ്മം. അപ്പോൾ അതിന് പകരമായിട്ട് വിപരീതമായിട്ട് ചില മാധ്യമ സുഹൃത്തുക്കൾ, ന്യൂസ് റീഡേഴ്സൊക്കെ അനാവശ്യമായിട്ട് ബോച്ചയെ പോലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ബോച്ചയുടെ അടുത്ത് അനാവശ്യമായിട്ട്, അതായത് ഒരു ആർഗ്യുമെൻ്റ് പോലെ, ഒരു തട്ടിക്കയറ്റം പോലെ കോടതിയിലെ ജഡ്ജിയിൽ അത്രയും ധാർഷ്ട്യവും ധിക്കാരവും വരെ പെരുമാറുന്നുണ്ട്. അത് വളരെ തെറ്റായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അത് തെറ്റാണ്. സമൂഹത്തിൽ അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാനും ചീത്ത പറയാനും മോശമായി കിട്ടുന്ന ഒരു അവസരമല്ല. ജസ്റ്റ് അത് സംഭവം പറ്റിപ്പോയി. അപ്പോൾ അത് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം മെൻഷൻ ചെയ്തു. അപ്പോൾ അതിന് കോടതി കേസെടുത്തു. കോടതി അത് തിരുത്തി. കോടതി അദ്ദേഹത്തിന് ഭംഗിയായി വെറുതെ വിട്ടു. ഇനി ഒരു മാധ്യമപ്രവർത്തകർക്കും ആർക്കും അദ്ദേഹത്തിന് മെക്കിട്ട് കയറാനുള്ള ലൈസൻസ് ഇല്ല. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വളരെ മാന്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ബോച്ച എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഒരുപാട് ഗുണവും ഒരുപാട് കാര്യം നല്ലത്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകൾ കുറച്ച് ഹെൽപ്പും സംഭവങ്ങളൊക്കെ ചോദിച്ചു. അതായത് ജാമ്യം എടുക്കാൻ പൈസയില്ല, പേഴ്സണൽ ജാമ്യം നിൽക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അപ്പോൾ തന്നെ 1 കോടി രൂപ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ബോച്ചെ. ആ ബോച്ചയ്ക്കെതിരെ ഈ ടീച്ചേഴ്സ് കുട്ടികളോട് ആർഗ്യുമെൻ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ചെയ്യുന്നത് പോലെ മാധ്യമപ്രവർത്തകർക്ക് അതിനുള്ള അവകാശമില്ല, അധികാരമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസം നിന്നുകൊണ്ട് തന്നെ പറയുന്നു, നമ്മൾ പരസ്പരം ആരെയും ആക്ഷേപിക്കാനോ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കൈയടത്താനോ അധികാരമില്ല. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള ഒരു മെസ്സേജ് പറയാനാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത്. അപ്പോൾ എൻ്റെ വാക്ക് ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിനും ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മീ ഷിനു ഷേഖ് അബ്ദുൽ ഖാദർ. താങ്ക് യു.